ഞാൻ എൻ്റെ ചില വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ എനിക്ക് ഉറക്കത്തിൻ്റെ പ്രശ്നമുണ്ടെന്ന്. എന്ന് വെച്ചാൽ ചില ദിവസങ്ങളിൽ ഒരു തരി ഉറങ്ങാതെ ഞാൻ ജോലിക്ക് പോകാറുണ്ട്. അങ്ങനെ ഒരു ദിവസമായിരുന്നു ഇന്നലെ. ഞാനൊരു 10:30 ആയപ്പോൾ ഉറങ്ങാൻ പോയതാന്നേ. ഉറക്കം വരണ്ടേ, തിരിഞ്ഞു കിടന്നു, കമന്ന് കിടന്നു, തലകുത്തി കിടന്നു, പണ്ടടങ്ങാനായിട്ട്. അവസാനം ബെഡ്റൂമിൽ നിന്ന് എഴുന്നേറ്റ് ഹോളിൽ പോയിരുന്നു. എന്തിനല്ലേ ബെഡ്റൂമിലുള്ളവരുടെയും കൂടെ ഉറക്കം കളയുന്നത്. അങ്ങനെ കുറേ നേരം ഉറങ്ങാൻ ശ്രമിച്ചു കേട്ടോ. അവസാനം ഒരു 5:30 ആയപ്പോൾ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, വേക്കപ്പ്, ഇനി ഉറങ്ങേണ്ട സമയമൊന്നുമില്ല. അങ്ങനെ നേരെ അടുക്കളയിലേക്ക് പോയേ. ഇപ്പോൾ കണ്ടോ 5:45 കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി. നമ്മൾ ഈ ഒട്ടും ഉറങ്ങാതെ രാവിലെ എഴുന്നേറ്റെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അല്ലേ. എന്നാൽ ഈ ഒട്ടും ഉറങ്ങാതെ രാവിലെ കിച്ചണിൽ പോയിട്ട് കട്ടിയായിട്ടൊന്നും ഉണ്ടാക്കാനുള്ളൊരു മനസ്സില്ലെന്നേ, അതിനുള്ള എനർജി ഇല്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു രാവിലെ കുറച്ച് സ്മൂത്തി എടുക്കാമെന്ന്. പിന്നെ ലഞ്ചിന് എനിക്ക് വന്ന് കുറച്ച് ചോറും അങ്ങനെ കുറച്ച് സാധനങ്ങളും പിന്നെ എൻ്റെ ഫുഡൊക്കെ എടുത്തു. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ കേട്ടോ. കാരണം 12 മണിക്കൂർ ജോലിയല്ലേ, പിടിച്ചു നിൽക്കണ്ടേ വൈകുന്നേരം വരെ അല്ലേ. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ കൊണ്ടുപോയേ. പിന്നെ ഞാൻ ഒരു മാങ്കോയെ ആദ്യം എടുത്തേ. അപ്പം ഞാൻ വിചാരിച്ചു ഒന്നുകൂടെ എടുത്തേക്കാന്ന്. കാരണമേ ഈ മാങ്കോക്കൊക്കെ ഭയങ്കര പിടിച്ചുപറിയായിരിക്കും. അപ്പോൾ ഒരെണ്ണം കൊണ്ട് പോയാൽ തികയത്തില്ലെന്നേ. അങ്ങനെ ഫുഡൊക്കെ പാക്ക് ചെയ്തു. പിന്നെ ഞാൻ ബെഡ്റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ രണ്ടുപേരും നല്ല ഉറക്കമാണ്. ഉറങ്ങട്ടല്ലേ, നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നതും ഒരു ഭാഗ്യമാന്നേ. ഞാൻ എപ്പോഴും ജസ്റ്റിയോട് പറയുവേ, ജസ്റ്റി ഉറങ്ങുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര കുശുമ്പാന്ന്. ആ ഒരൊറ്റ കാര്യത്തിന് എനിക്ക് ജസ്റ്റിയോട് കുശുമ്പുള്ളൂ. എപ്പോൾ കിടന്നാലും ഉറങ്ങാൻ പറ്റുമെന്നേ. അങ്ങനെ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് വന്നു കേട്ടോ. ഞാൻ 2 പ്രാവശ്യം ഞാൻ കുളിക്കാൻ പോവാന്ന് പറഞ്ഞത് ഞാൻ കുളിക്കുന്ന ഒരാളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ. പക്ഷേ ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നതാണ് തല നനച്ചില്ലല്ലോ എന്ന്. രാവിലെ ഞാൻ ജോലിക്ക് പോകുന്നതിന് മുമ്പ് എന്നും തല നനയ്ക്കാറില്ല കേട്ടോ. കാരണം ചില ദിവസങ്ങളിൽ മാത്രമേ രാവിലെ തല നനച്ചിട്ട് പോകത്തുള്ളൂ. അല്ലെ തലമുടി ഭയങ്കരമായിട്ട് കുഴഞ്ഞിരിക്കുമെന്നേ. അതല്ലേ പിന്നെ ഹെയർ ഡ്രയർ വെച്ച് പിടിക്കണം. എനിക്ക് മൈഗ്രെയിൻ്റെ അസ്കിത ഉള്ളതുകൊണ്ടേ ഹെയർ ഡ്രയർ യൂസ് ചെയ്യുമ്പോൾ പിന്നെയും തലവേദന വരും. അതുകൊണ്ട് ഞാൻ മാക്സിമം രാവിലെ തല കുളിക്കത്തില്ലേ. രാത്രി ഉറങ്ങാതിരുന്നുകൊണ്ട് എൻ്റെ ഹാർട്ട് റേറ്റ് കയറുന്ന കയറ്റം കണ്ടോ, ഭയങ്കരമായിട്ട് ഹാർട്ട് റേറ്റ് കയറുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഓർത്ത് അവിടെ എങ്ങാനും തല ഇറങ്ങി വീഴുന്നു. അങ്ങനെ എൻ്റെ ഒരുക്കവും മേക്കപ്പും എല്ലാം കഴിഞ്ഞു. ജസ്റ്റിക്കും കുഞ്ഞിനുമൊക്കെ ഉമ്മയൊക്കെ കൊടുത്തു. അവരെ ശല്യപ്പെടുത്തിയേ. ഞാൻ പോവാന്ന് വിളിച്ച് പറയാനും നിന്നില്ല. അല്ലല്ലോ ഈ ഉറങ്ങിക്കിടക്കുന്നവരെ വിളിച്ചെടുത്തേപ്പിച്ച് ഞാൻ പോവാന്ന് പറയേണ്ട വല്ല ആവശ്യമുണ്ടോ അല്ലേ. അവരെ കിടന്ന് ഉറങ്ങട്ടെന്ന്. ഞാനല്ലല്ലോ അവർക്ക് ഓഫ് ഉള്ളപ്പോൾ രാവിലെ ജോലിക്ക് പോകുമ്പോൾ അവരെ വിളിക്കാറുമില്ല, ശല്യപ്പെടുത്താറുമില്ല. അവർ കിടന്നുറങ്ങും. ഇനി പ്രാർത്ഥനയുടെ സമയം കേട്ടോ. കുറച്ച് നേരം പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴും ഞാൻ നോക്കിയതേ എൻ്റെ ഹാർട്ട് റേറ്റ് നന്നായിട്ട് കയറുന്നുണ്ട്. അത് മാത്രമല്ല ഉറക്കം വരാതെ ഇരുന്നുകൊണ്ട് വെളുപ്പിനെ ആയപ്പോൾ ഞാനൊരു ഗ്ലാസ് കാപ്പിയും കൂടെ കുടിച്ചു. എന്നാണല്ലോ ഉറങ്ങാൻ പറ്റിയല്ല. ഇനി ഒട്ടും ഉറക്കം വരല്ലോ എന്ന് വിചാരിച്ച് കുടിച്ചാൽ അതുകൊണ്ടാന്ന് തോന്നുന്നു പാൽപിറ്റേഷൻ നന്നായിട്ട് കൂടി. ഹാർട്ട് റേറ്റ് നോക്കിയാൽ 120 ഒക്കെ വന്ന് 126 അടിച്ച് കയറി. ഞാൻ തന്നെ ഓർത്ത് എൻ്റെ ദൈവമേ ഹോസ്പിറ്റൽ വരെ ഞാൻ പോകുമെന്ന്. അമ്മാതിരി അവസ്ഥയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ജോലിക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയേ. താഴെ ചെന്നപ്പോൾ നോക്കി ഒരാൾ ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ട നിൽക്കും കുതിര എന്ന് പറഞ്ഞാൽ ചാടി കുത്തി വരുന്നുണ്ട് കേട്ടോ. അതെപ്പോഴും അങ്ങനെ. ഞങ്ങൾ ഒന്നിച്ച് ജോലിയുള്ളപ്പം ഞങ്ങൾ ഒന്നിച്ചാണ് പോകുന്നത്. പണ്ടൊക്കെ ആണെങ്കിലുണ്ടല്ലോ ഞാൻ ഉറങ്ങാതെ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകില്ലായിരുന്നു. ഞാൻ രാവിലെ യൂണിറ്റിൽ വിളിച്ച് പറയും ഞാൻ ഒട്ടും ഉറങ്ങിയില്ല, എനിക്ക് വരാൻ പറ്റത്തില്ലെന്ന്. ഇപ്പം പിന്നെ അത് യൂസ്ഡായി. നമ്മൾ എങ്ങനെ എപ്പോഴും വിളിച്ച് പറയുന്നില്ല. ഉറങ്ങാതെ ജോലിക്ക് പോയാലും വലിയ പ്രശ്നമൊന്നും ഇല്ലേ, രാവിലെ വലിയ കുഴപ്പം വരത്തില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേനുണ്ടല്ലോ നമ്മുടെ തല നേരെ നിൽക്കത്തില്ലെന്നേ. ഒരുമാതിരി ഭ്രാന്ത് പിടിച്ച അവസ്ഥയാവും. എനിക്കറിയാമല്ല, അതും കുറച്ച് മാനസികവും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഉറങ്ങിയില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോഴേ അങ്ങനെ ഒരു വിധത്തിൽ ജോലിക്കൊക്കെ കയറി കേട്ടോ. വലിയ കുഴപ്പമില്ലാതെ പോയി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞ പോലെ തല നേരെ നിൽക്കണ്ടേ. പിന്നെ നേരെ സ്റ്റാർബക്സിൽ പോയി ഒരു കോഫി എടുക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ അവരുടെ കോഫി നല്ല സ്ട്രോങ് അല്ലേ. അത് മാത്രമല്ലെന്നേ, ഞാൻ ഫുഡൊക്കെ പൊതിഞ്ഞുകൊണ്ട് പോയെങ്കിലും ഞാൻ പറഞ്ഞില്ലേ ഉറക്കം ഒട്ടും ശരിയാഞ്ഞിട്ടുണ്ടല്ലോ. എനിക്ക് ആ ഫുഡ് പോലും എടുത്ത് കഴിക്കാൻ തോന്നിയില്ല. എന്ന് വെച്ചാൽ ഒരു കോഫി പോലും ഇട്ട് കുടിക്കാൻ തോന്നിയില്ല. അതുകൊണ്ടും കൂടെ കേട്ടോ നേരെ കോഫി ഷോപ്പിൽ പോയത്. അവിടെ നിന്ന് ഒരു കോഫി വാങ്ങിച്ചു, ഒരു സാൻഡ്വിച്ചും വാങ്ങിച്ച് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം അവിടെ വായി നോക്കിയിരുന്നു കേട്ടോ. അവിടെ നിന്ന് പുറത്തോട്ട് നോക്കിയിരിക്കാൻ നല്ല രസമാണ്. ഒരു പ്രത്യേക വിജലംബിച്ചൊരു വ്യൂ അവിടെ നിന്ന്. എന്തോ എനിക്കിഷ്ടം അവിടെ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് വായി നോക്കിയിരിക്കാൻ. എൻ്റെ കണ്ണൊക്കെ ഉണ്ടല്ലോ അടഞ്ഞു പോകുന്നുണ്ട്. നമ്മുടെ ദിലീപിൻ്റെ ഏതോ സിനിമയിൽ, ദിലീപിൻ്റെ മീശമാധവനാണെന്ന് തോന്നുന്നു, ജഗതി കണ്ണിൽ ഈർക്കിൽ വെക്കലേ എന്ന് പറഞ്ഞാൽ 2 ഈർക്കിൽ കൊണ്ടുവരുന്നെങ്കിൽ വെക്കാമായിരുന്നല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. അമ്മാതിരി അവസ്ഥയാണ്. കണ്ണ് നേരെ നിൽക്കണ്ടേ. അങ്ങനെ കുറച്ച് കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും നല്ല എനർജി തിരിച്ചു വന്നു കേട്ടോ. ആ ഉറക്കക്ഷീണമൊക്കെ അങ്ങ് പോയി. നമ്മൾ നല്ല ഉഷാറായി. പക്ഷേ പ്രശ്നം എന്നാന്ന് വെച്ചാൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര പാൽപിറ്റേഷനാന്നേ. ഇങ്ങോട്ട് നോക്കിയേ, ഇന്ന് ഒരൊറ്റ ദിവസം ഞാൻ എത്ര കോഫി കുടിച്ചെന്ന്. 2 കോഫി കുടിച്ചു.
പിന്നെ പാൽപിറ്റേഷനാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അല്ലേ? പക്ഷേ നിൽക്കത്തില്ലെന്നേ. ഞാൻ പറഞ്ഞില്ലേ, കോഫി കുടിച്ചില്ലെങ്കിലുണ്ടല്ലോ, ഒന്നാമത് ഉറക്കമില്ലാതെ പോയിട്ടും കൂടെ ഉണ്ടല്ലോ, നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അതല്ല ഞാൻ 2 കോഫിയൊന്നും കുടിക്കില്ല കേട്ടോ, ഒരു കോഫിയൊക്കെ കുടിക്കുകയുള്ളൂ. പക്ഷേ ഈ ഒരു കോഫിയുടെ ബലത്തിലാണ് ഇന്നത്തെ ജോലി ഞാൻ തീർത്തത്. അത് കഴിഞ്ഞ് ജോലിയൊക്കെ കഴിഞ്ഞിറങ്ങിയേ. പക്ഷേ അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ വീട് വരെ വണ്ടി ഓടിച്ചുകൊണ്ട് ചെല്ലുകയില്ലെന്ന്. പിന്നെ ഞാൻ ജസ്റ്റിയെ വിളിച്ച് പറഞ്ഞു, അപ്പോൾ ജസ്റ്റി എന്നോട് പറഞ്ഞു, വേണ്ട, വീട്ടിലോട്ട് വണ്ടി ഡ്രൈവ് ചെയ്ത് വരണ്ട, ഞങ്ങൾ വന്നേക്കാമെന്ന്. പക്ഷേ വണ്ടി നമ്മുടെ സ്റ്റാഫ് പാർക്കിങ്ങിലായിരുന്നേ. അവിടുന്ന് ഞാൻ വണ്ടി എടുത്ത് നേരെ ഫ്രണ്ടിലത്തെ പാർക്കിങ്ങിൽ കൊണ്ടു കൊടുത്തു. അവിടെ ചെന്നപ്പോൾ ജസ്റ്റി മോൻ ഫോണൊക്കെ വിളിച്ച് നിൽപ്പുണ്ടായിരുന്നു. ജേഡക്കുട്ടനാണെങ്കിൽ ജേഡക്കുട്ടൻ്റെ സൈക്കിൾ അവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. അപ്പം ഞാൻ ഓർത്തു, കൊച്ചെന്തിയെ കാണുന്നില്ലല്ലോ എന്ന്. നോക്കിയപ്പോൾ ഹോസ്പിറ്റലിനകത്ത് കയറി നിൽപ്പുണ്ട്, എന്നെ നോക്കി ഒരു വെള്ളമൊക്കെ കുടിച്ചുകൊണ്ട്. പുള്ളിയുടെ ലക്ഷ്യം ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് പോലുണ്ട്, അതിനകത്ത് കയറണം, അവിടെ നിന്ന് എന്തെങ്കിലും ചോക്ലേറ്റോ ഐസ്ക്രീമോ എന്തെങ്കിലും വാങ്ങിക്കണം. അത് തന്നെ എന്നോട് പറഞ്ഞു, ബാ അമ്മ നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന്. പിന്നെ ഞാൻ ഓർത്തു, കൊച്ചു സൈക്കിളൊക്കെ ചവിട്ടി വന്നതല്ലേ, അതിവിടെ നല്ല സമ്മർ സ്റ്റാർട്ട് ചെയ്തേ, നല്ല ചൂടും ഹ്യൂമിഡിറ്റിയൊക്കെ ഉണ്ട് പുറത്ത്, അതുകൊണ്ടൊരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തേക്കാമെന്ന്.